ആരോ എവിടെ ഇരുന്നിട്ട് ഫോൺ വിളിച്ചിട്ട് തുടരുന്നുള്ള സിനിമ നല്ലതാണെന്നും പറഞ്ഞിട്ട് അതിൻ്റെ റിവ്യൂ പോലും നോക്കാതെ കേട്ട മതി കേൾക്കാത്ത മതി പട്ടാമ്പി ഗരുഡാമണിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തു കേട്ടോ. പോണ വഴിക്ക് കുറച്ച് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ നേരം വൈകി ഇനി ഫസ്റ്റ് കാണാൻ പറ്റുമോ എന്നുള്ള ടെൻഷനിൽ ഓടി കയറാണ് കേട്ടോ. ഇനിയിപ്പോൾ അവിടെ എത്തിയ പോരല്ലോ, നമുക്ക് ലിഫ്റ്റ് വേണമല്ലോ, അത് അടിയിലാണല്ലോ പാർക്കിങ്. അവിടെ എത്തിയിട്ട് ക്ഷമയില്ലാതെ രണ്ടെണ്ണം കൂടിയിട്ട് അത് രണ്ടും കുത്തി പൊളിക്കുന്നത്, അത് തുറക്കുമോ ഇത് തുറക്കുമോ എന്ന് അറിയാതെ ലാസ്റ്റ് തുറന്നു വന്നപ്പോഴോ അത് കയറിപ്പോയത് ഫുഡ് കോർട്ടിലേക്ക്. എന്നിട്ട് ലാസ്റ്റ് അവിടുന്ന് താഴേക്ക് ഇറങ്ങി വന്നിട്ടാണ് ടിക്കറ്റിൻ്റെ അവിടേക്ക് പോയത്. അവിടെ ചെന്നപ്പോൾ വലിയ തിരക്കൊന്നും കാണാനില്ല കേട്ടോ. പോണ വഴിക്ക് തന്നെ അധികം ആൾക്കാരൊന്നും കാണാനില്ല. അപ്പോൾ ഞാൻ അങ്ങനെ പറയുന്നുണ്ട്, ഇവിടെ തിരക്കൊന്നും കാണാനില്ല. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് നേരം ഏതായാലും പോവല്ലേ, സൈഡിലൊക്കെ കുറച്ച് ഷോപ്പുകളൊക്കെ കാണാണ്ട് ഡ്രസ്സിൻ്റെ ഒക്കെ. കുറച്ച് ആൾക്കാരൊക്കെ അത് കണ്ടിട്ട് ആകർഷിച്ചിട്ടാണെന്ന് തോന്നുന്നുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ട്. നമുക്ക് എന്തായാലും കണ്ടു കഴിഞ്ഞാൽ അതൊന്ന് നോക്കുമല്ലോ. നന്നായിട്ട് നല്ല നല്ല ഡ്രസ്സുകളൊക്കെ എടുത്ത് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. കൊള്ളാട്ടോ, കുഴപ്പമില്ല കളക്ഷൻസൊക്കെ. എന്തായാലും കുറച്ച് നേരം വൈകിയാലും വേണ്ടില്ല, ഡ്രസ്സൊന്ന് കുറച്ച് നേരം നോക്കി നിന്നിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി വെക്കുമ്പോൾ ആകെ കമ്പിത്തിരി പൂത്തിരി മയം. അവിടെ ലൈറ്റ് ഇവിടെ ലൈറ്റ്, കുറേ ഫ്ലെക്സുകൾ, ആഴപ്പുഴ ജിങ്കാനയുടെയൊക്കെ ഫ്ലെക്സ് ഉണ്ട്. അതൊക്കെ ഞങ്ങൾ കണ്ട പടങ്ങളാണ് കേട്ടോ. എന്തായാലും വേണ്ട, നേരം വൈകിട്ടുണ്ടാവും എന്നിങ്ങനെ വിചാരിച്ചു. പിന്നെ നോക്കുമ്പോൾ ആരും കാണാനില്ല. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഭയങ്കര തിരക്കായിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ എന്താണ് ഞങ്ങൾക്ക് തിയേറ്ററിൻ്റെ ഇത് കിട്ടിയത്. ഇതൊക്കെ കാണിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവരും അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടാവും, പടം തുടങ്ങിയോണാവോ, നേരം വൈകിയോ, കാരണം നമ്മൾ കുറച്ച് നേരം ലേറ്റാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറി. തിരക്ക് കാരണം നമ്മുടെ സീറ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ലേ എന്ന് വരെ വിചാരിച്ചു പോയ ഞങ്ങളാണ്. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സിനിമ ഇട്ട പോലെ ആയിപ്പോയി. ലാസ്റ്റ് ആകെ മൊത്തം ഒഴിഞ്ഞു കിടക്കണം. അപ്പോഴാണ് നന്ദു പറഞ്ഞത്, അമ്മയല്ല അവിടെ എവിടെയോ ഒരു തല കാണാണ്ട്. അത് പറഞ്ഞ് ചിരിക്കുകയാണ് ഞങ്ങൾ. മൊത്തം ഒഴിഞ്ഞ്. തുടരുന്നുള്ളത് ആരാണ് തുടരുന്നുള്ള സിനിമ നല്ലതാണെന്നുള്ളത് പറഞ്ഞതെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. സിനിമ തുടങ്ങി കഴിഞ്ഞിട്ട് അവസാനിച്ച് കിട്ടിയാൽ മതി എന്നായിപ്പോയി. കുഴപ്പമില്ല, വൺ ടൈം മൂവിയാണ്. സെയിം പാറ്റേണിൽ നടക്കണ മൂവി തന്നെയാണ്. ഓരോരുത്തർക്കും ഓരോരോ അഭിപ്രായമാണല്ലോ. പക്ഷെ എനിക്കത് എന്തോ കുറച്ച് ദഹിക്കാൻ പാടായിക്കും. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 1-2 ആൾക്കാർ വന്നു. പിന്നെ അതെങ്ങനെയെങ്കിലും തീർന്ന് വീട്ടിലെത്തിയാൽ മതി എന്നായിപ്പോയി. ബോറടിച്ചു. എന്തായാലും കണ്ട് തീർത്തു പോയതല്ലേ.